എല്ലാവർക്കും നമസ്കാരം. നെഗറ്റീവ് നമ്പേഴ്സിന്റെ അടുത്ത പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ വിശദമായിട്ട് ഇങ്ങനെ പറയണില്ല. 186ലെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് 186 പേജ് നമ്പർ. അതിനു മുന്നായിട്ട് ഒരു കാര്യം പറയട്ടെ. നെഗറ്റീവ് പോസിറ്റീവ് തമ്മിലുള്ള എഡിഷൻ നമ്മൾ പഠിച്ചു ഇല്ലേ? അതിന്റെ റൂൾ അറിയാലോ. സബ്ട്രാക്ഷൻ പഠിച്ചു. ഈ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, അതായത് ഒരേ സൈൻസ് വന്നാൽ പോസിറ്റീവും വെവ്വേറെ സൈനുകൾ വന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവും. മനസ്സിലായ? അതായത് പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. മനസ്സിലായ? നെഗറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് തന്നെ വന്നിരുന്നത്. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കിക്കോളൂ. ഒരേ ചിഹ്നങ്ങൾ വന്നാൽ പോസിറ്റീവ്. മനസ്സിലായില്ലേ? രണ്ടും ഒരേ സൈനുകളാണെങ്കിൽ ആൻസർ എന്താവും? പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇനി വെവ്വേറെ സൈൻ ആണെങ്കിലോ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് അങ്ങനെ വന്നാലും നെഗറ്റീവ് തന്നെ. ആദ്യം ഏത് വന്നു എന്നുള്ളതൊന്നും വിഷയമല്ല. പോസിറ്റീവ് നെഗറ്റീവും വന്നാൽ ആൻസർ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് അമ്മയോടോ അച്ഛനോടോ ചേട്ടനോടോ ചേച്ചി ആരെ വീട്ടിലുള്ള വെച്ചെങ്കിൽ അവരെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ പറയാം. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് അങ്ങനെ ചോദിക്കാൻ പറയാം. അതായത് ഏത് ഉറക്കത്തിൽ നിന്ന് നമ്മളെ വിളിച്ചുണർത്തി ചോദിച്ചാലും നമുക്ക് പറയാൻ കിട്ടണം. എന്ത്? പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്. മനസ്സിലായ? ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഓക്കെ. ഡിവിഷനും ഇതേ റൂൾ തന്നെ. ഡിവിഷനും ഇതുപോലെ തന്നെ ഒരേ സൈനുകൾ വന്നാൽ പോസിറ്റീവ്, വെവ്വേറെ സൈനുകൾ വന്നാൽ നെഗറ്റീവ്. മനസ്സിലായില്ലേ? അപ്പോ ഇതില് ഇപ്പൊ ഞാനിത് പറയാൻ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോബ്ലംസ് വരാൻ പോകുള്ളൂ. പക്ഷെ ഞാൻ പറയാൻ കാരണം നെഗറ്റീവ് ഓഫ് എന്ന് പറഞ്ഞിട്ട് വരും. അതായത് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എക്സ് ഇങ്ങനെ വന്നു വിചാരിക്കും. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് ഇട്ടിട്ട് ഇങ്ങനെ ബ്രാക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറയും. നെഗറ്റീവ് എക്സിന്റെ നെഗറ്റീവ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ബ്രാക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വിചാരിക്കുക ഇൻറ്റു ആണെന്ന് വിചാരിക്കുക. അതായത് മൾട്ടിപ്ലൈ ആണ് എന്ന് വിചാരിക്കുക. മനസ്സിലായ? അതായത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എക്സ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു നെഗറ്റീവും നെഗറ്റീവും ഇൻറ്റു ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്താവും? പോസിറ്റീവ് ആവും. ഈക്വൽസ് പോസിറ്റീവ് എക്സ് ആവും. മനസ്സിലായില്ലേ? ഇത് ഓർത്ത് വെക്ക്. ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൾട്ടിപ്ലിക്കേഷന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇനി ഈ ബ്രാക്കറ്റ് ഇട്ടിട്ടുള്ള ഈ ഓഫ് സംഭവങ്ങള് എന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പറയാൻ നിൽക്കണ്ടല്ലോ വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞു മാത്രം. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ഇങ്ങനെ വന്നു നെഗറ്റീവ് ഓഫ് എക്സ് മൈനസ് വൈ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? അപ്പൊ ഈ നെഗറ്റീവ് ഈ എക്സിനും വൈക്കും ബാധകമാണ്. രണ്ടിനും ബാധകമായതുകൊണ്ടാണ് ആ നെഗറ്റീവ് പുറത്തു പോയിട്ട് ബ്രാക്കറ്റ് വന്നേക്കുന്നത്. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ബ്രാക്കറ്റ് ഇടാണ്ട് ഇങ്ങനെ ടെൻഷനിലോ അപ്പൊ ഈ നെഗറ്റീവ് എക്സിന്റെ മാത്രം നെഗറ്റീവ് ആണ്. പക്ഷെ ഇങ്ങനെ നെഗറ്റീവ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വിചാരിക്കും. ഞാനിങ്ങനെ ഒരു എളുപ്പവഴി പറഞ്ഞു തരാണ്. ഈ നെഗറ്റീവ് കൊണ്ട് എക്സിനെയും ഇൻഡ്യൂ ചെയ്യാ വൈനെയും ഇൻഡ്യൂ ചെയ്യാന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ എന്താ വരാ? നെഗറ്റീവ് ഇൻറ്റു എക്സ്. നെഗറ്റീവ് ഇപ്പോൾ എക്സ് എന്താണ് ഇവിടെ? പോസിറ്റീവ് എക്സ് ആണ്. അപ്പൊ പോസിറ്റീവും നെഗറ്റീവും കൂടി വരുമ്പോ എന്താ വരാ? നെഗറ്റീവ് വരാ അല്ലെ? അപ്പൊ നെഗറ്റീവ് എക്സ് ആയി. ഇനി നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വൈ എന്ന് പറയുമ്പോ എന്താ? നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് വൈ എന്നാണ് ഇതിന്റെ ആൻസർ മാറുക. പിന്നെ ഇത് നമ്മൾ ഈ എക്സിന്റെയും വൈന്റെ വാല്യൂ എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഓഫ് സംഭവം മനസ്സിലായല്ലോ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടക്കാണ്. പേജ് നമ്പർ എത്ര പറഞ്ഞേ? 186ല് ടേക്ക് ആസ് എക്സ് ഡിഫറെന്റ് പോസിറ്റീവ് നമ്പേഴ്സ്. എക്സ് ഇങ്ങനത്തെ എക്സും വൈ ഒന്നും കാണുമ്പോൾ പേടിക്കേ വേണ്ടത്. വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞ അഡീഷന്റെയും ഈ മൾട്ടിപ്ലിക്കേഷന്റെ റൂൾസ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ചെയ്യാൻ ഒരു ത്രില്ലായിരിക്കും. ഇങ്ങനത്തെ ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. പക്ഷെ ചിഹ്നങ്ങൾ മാറിപ്പോയിരുന്നത് മാത്രം. മനസ്സിലായി? അപ്പൊ വേറെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യാനിരിക്കരുത്. ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. എങ്ങാനും സൈനുകൾ മാറിപ്പോയാൽ പോയി. അപ്പൊ എക്സിന് നമ്മൾ ഡിഫറെന്റ് വാല്യൂ. അപ്പൊ എക്സ് വൈ വേരിയബിൾസ് വരുമ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ എക്സ് വന്നു ടേക്ക് ആസ് x different positive numbers.
നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് സീറോ. എക്സിന് വെവ്വേറെ ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, സീറോക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് ആൻഡ് കമ്പ്യൂട്ട് എക്സ് പ്ലസ് 1, എക്സ് മൈനസ് 1, 1 മൈനസ് എക്സ്, ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയുണ്ടായ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ഇത് ആദ്യം ചെയ്തിട്ട് നമുക്ക് അതിന്റെ താഴെയുള്ളതിലേക്ക് പോവാം. അപ്പൊ എക്സിന് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിഫറെന്റ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് കൊടുക്കണം, നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കണം, സീറോയും കൊടുക്കണം. അപ്പൊ എക്സിന് നമുക്കൊരു കാര്യം ചെയ്യാം, 1 കൊടുക്കാം. അതായത് എളുപ്പമുള്ള കുഞ്ഞു നമ്പറുകൾ കൊടുക്കാണ് എപ്പോഴും എളുപ്പം. 1 കൊടുക്കാം, നെഗറ്റീവ് 1 കൊടുക്കാം, അതുപോലെ 2 കൊടുക്കാം, നെഗറ്റീവ് 2 കൊടുക്കാം, പിന്നെ 0 കൊടുക്കാൻ പറഞ്ഞിട്ട് 0 കൊടുക്കാം. അപ്പൊ മൊത്തം 5 എണ്ണം അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പൊ പോസിറ്റീവ് നമ്പേഴ്സായി, നെഗറ്റീവ് നമ്പേഴ്സായി, സീറോയുമായി. എത്ര എണ്ണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ഇപ്പൊ ഒരു 5 എണ്ണം തൽക്കാലം മതി. അപ്പൊ നമുക്ക് എന്നിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കണം? ആദ്യം കണ്ടുപിടിക്കേണ്ടതാണ് എക്സ് പ്ലസ് 1. അപ്പൊ എക്സ് പ്ലസ് 1 നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം നമ്മൾ എക്സിന് കൊടുക്കാൻ പോണ വാല്യൂ എത്ര? 1 കൊടുക്കാം. എക്സ് ഈക്വൽസ് 1 ആയിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്സ് പ്ലസ് 1 എക്സിന്റെ ആ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കും. 1 പ്ലസ് 1 ആയി മാറി. അപ്പൊ ഈക്വൽസ് എത്ര കിട്ടി? 2 ആൻസർ കിട്ടി. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഇതേ സ്ഥാനത്തിൽ തന്നെ ഈ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് എല്ലാ വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാതും ഇട്ട് കൊടുക്കുമ്പോ എന്തൊക്കെയാണ് അതിന്റെ ആൻസർ എങ്ങനെയൊക്കെ മാറി വരുന്നത്? അടുത്തത് നമ്മള് നെഗറ്റീവ് 1 ആണ് കൊടുക്കണേ. അപ്പൊ എക്സിന്റെ പ്ലേസിൽ നമ്മൾ നെഗറ്റീവ് 1 ഇട്ട് കൊടുക്കുമ്പോൾ നെഗറ്റീവ് 1 പ്ലസ് 1 ആയി മാറും അല്ലെ? അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് ആഡ് ചെയ്യാൻ വരുമ്പോ എന്താ ചെയ്യണ്ടേ? നെഗറ്റീവ് പോസിറ്റീവ് വേറെ ചിഹ്നങ്ങൾ വരുമ്പോ വലുതിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പൊ രണ്ടും 1 തന്നെയാണ്. അപ്പൊ 1 ൽ 1 പോയി, ആൻസർ 0 കിട്ടി. അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത നമ്മൾ 2 ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ 2 എക്സിന്റെ പ്ലേസിൽ 2 ഇട്ട് കൊടുത്തു. മൈനസ് 2 അല്ലാട്ടാ, കണ്ടാ തെറ്റിപ്പോണ്. 2 ഇട്ട് കൊടുത്തു. 2 പ്ലസ് 1 ഈക്വൽസ് എത്രയാ? 3. ഇതാണ്, ചിഹ്നങ്ങളൊന്നും മാറിപ്പോയത്. നെക്സ്റ്റ് നമ്മൾ മൈനസ് 2 ഇട്ട് കൊടുക്കാണ്. മൈനസ് 2 പ്ലസ് 1 ഈക്വൽസ്, ഇവിടൊക്കെ എഴുതി വെച്ചോളൂട്ടാ. എക്സ് ഈക്വൽസ് മൈനസ് 1, എക്സ് ഈക്വൽസ് 2, എക്സ് ഈക്വൽസ് മൈനസ് 2. ഓരോന്നിനും കൊടുക്കുന്ന വാല്യൂസ് എഴുതിയതിനു ശേഷം വേണം ഇതിൽ കൊടുക്കാൻ. അപ്പൊ മൈനസ് 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ വേറെ സൈൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ വലുതിൽ നിന്നും ചെറുത് മൈനസ് ചെയ്തപ്പോ 1 കിട്ടി. വലുതിന്റെ സൈൻ മൈനസ് ആണ്, അപ്പൊ മൈനസ് ഇട്ട് കൊടുത്തു. അടുത്തതായിട്ട് നമ്മൾ എക്സ് ഈക്വൽസ് 0. 0 വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? 0 പ്ലസ് 1 ആയി. അപ്പൊ 1 ആൻസർ വന്നു. മനസ്സിലായില്ലേ? എളുപ്പല്ലേ? ഇനി അതുപോലെ ഇതില് എക്സ് മൈനസ് 1 ഉണ്ട്, 1 മൈനസ് എക്സ് ഉണ്ട്. അതൊക്കെ തന്നെ താൻ ചെയ്തുകൂടെ? അപ്പൊ ഇനി അതായത് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, വേഗം ഇത് എടുത്തു തീർക്കണല്ലോ, അതുകൊണ്ടാണ് എക്സ് മൈനസ് 1ഉം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞുതരാം. അടുത്ത എക്സ് മൈനസ് 1 ആണ്. അതിൽ ഓരോ വാല്യൂ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എക്സ് ഈക്വൽസ് 1 ആണ് നമ്മൾ ആദ്യം എടുത്തത്. അപ്പൊ 1 മൈനസ് 1 ആയി അല്ലെ? ഈക്വൽസ് 0 ഉത്തരം കിട്ടി. അടുത്ത മൈനസ് 1 ഇട്ട് കൊടുക്കാണ്. എക്സ് ഈക്വൽസ് മൈനസ് 1, മൈനസ് 1 മൈനസ് 1 ഈക്വൽസ് മൈനസ് 1 നമ്മൾ എന്ത് ചെയ്യും? ഉടനെ അതിനെ പ്ലസ് ആക്കി തൊട്ടടുത്ത് എടുക്കുന്നതിന്റെ സൈൻ മാറ്റി. അപ്പം നെഗറ്റീവ് 1 പ്ലസ് നെഗറ്റീവ് 1 ഒരേ സൈനുകൾ തമ്മിൽ ആഡ് ചെയ്യാമെന്നാണ് നമ്മൾ എന്ത് ചെയ്യും? രണ്ടും കൂടി ആഡ് ചെയ്യും. എന്നിട്ട് സെയിം സൈൻ ഇട്ട് കൊടുക്കും. നെക്സ്റ്റ് വൺ എക്സ് ഈക്വൽസ് 2. അപ്പൊ എന്താ വരാ? 2 മൈനസ് 1 ഈക്വൽസ് 1. അടുത്ത മൈനസ് 2 ആണ് ഇട്ട് കൊടുക്കാൻ പോണത്. എക്സ് ഈക്വൽസ് മൈനസ് 2. അപ്പൊ മൈനസ് 2 മൈനസ് 1 ഈക്വൽസ് മൈനസിനെ കണ്ടാൽ പ്ലസ് ആക്കുന്നു. അടുത്തതിന്റെ തൊട്ടപ്പുറത്തെ സൈൻ മാറ്റി. അപ്പൊ മൈനസ് 2 പ്ലസ് മൈനസ് 1 മൈനസ് 3. ഇനി 0 ഇട്ട് കൊടുത്തു. എക്സ് ഈക്വൽസ് 0. 0 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 0 മൈനസ് 1 വേണ്ട, മൈനസിനെ പ്ലസ് ആക്കി സൈൻ മാറ്റി. 0ന്റെ കൂടെ നെഗറ്റീവ് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0ന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലും അതേ നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പൊ 0ന്റെ കൂടെ നെഗറ്റീവ് 1 ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് 1 തന്നെ. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി അതിലൊരെണ്ണം കൂടി ഉണ്ട്, 1 മൈനസ് എക്സ്. അത് തന്നെ താൻ ചെയ്യാം. ഇനി അതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ചെക്ക് വെദർ ദ ഇക്വേഷൻസ് ബിലോ ഹോൾഡ് ഫോർ ഓൾ നമ്പേഴ്സ്. ഏത് നമ്പർ ഇട്ടാലും താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻസ് കറക്റ്റ് ആയിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ 1 പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് ഈക്വൽസ് 2. അതായത് ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ഏത് നമ്പർ പോസിറ്റീവോ നെഗറ്റീവോ സീറോയോ അങ്ങനെ ഏത് നമ്പർ ഇട്ട് കൊടുത്താലും ഈ ഈക്വൽസ് 2 തന്നെ കിട്ടുമോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം? എക്സിന് കുറച്ച് വാല്യൂസ് ഈ പറഞ്ഞ പോലെ 1, -1, പിന്നെ 0, പിന്നെ
2 ഇട്ട് കൊടുക്കാം അല്ലെ. 2 -2 ഇതൊക്കെ ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എക്സിന് 1 ഇട്ട് കൊടുക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഏത് വാല്യൂ ആണോ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അത് ആദ്യം തന്നെ എഴുതി വെക്കണം. എക്സ് ഈക്വൽസ്, ഇഫ് എക്സ് ഈക്വൽസ് 1, എക്സ് ഈക്വൽസ് 1 ആണെങ്കിൽ എന്താ വരാ, 1 + 1. അപ്പൊ എന്ത് ചെയ്യണം, എക്സ് ഉള്ളടത്തൊക്കെ 1 ഇട്ട് കൊടുക്കണം. ചിഹ്നം മാറേണ്ടത്, നമ്മളിപ്പോ പോസിറ്റീവ് 1 ആണ്. പ്ലസ് 1 - 1 ഈക്വൽസ് 2. 1 + 1 2 പ്ലസ് 1 - 1 0 ഈക്വൽസ് 2. ശരിയാണോ? 2 + 0 2 അല്ലേ? 2ന്റെ കൂടെ 0 കൂടി 2 തന്നെ കിട്ടി. അപ്പൊ എക്സിന് 1 എന്ന വാല്യൂ കൊടുത്തപ്പോ ഓക്കെ ആണ്. അടുത്തായിട്ട് -1 കൊടുത്ത് നോക്കി നോക്കാം. അപ്പൊ എക്സ് ഈക്വൽസ്, ഇഫ് എക്സ് ഈക്വൽസ് -1 ആണെങ്കിൽ 1 + x എന്ന് പറയുന്നിടത്ത് എന്ത് വരും, 1 + -1 പ്ലസ് 1 - -1 ഈക്വൽസ് 2. 1 + -1 രണ്ടും വേറെ ചിഹ്നങ്ങളാണ്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വന്നു. പ്ലസ് ഇത് മൈനസ് വന്നാൽ നമ്മൾ പ്ലസ് ആക്കും, അപ്പുറത്തെ ചിഹ്നം മാറ്റി. അപ്പൊ 1 + 1 രണ്ടും പോസിറ്റീവ് ആണ്, ആഡ് ചെയ്തപ്പോ 2 കിട്ടി. ശരിയാണ്, അതും ഓക്കെ. അടുത്ത് നമ്മൾ 0 കൊടുക്കുകയാണ്. എക്സ് ഈക്വൽസ് 0. അപ്പൊ 1 + 0 പ്ലസ് 1 - 0 ഈക്വൽസ് 2. 1 + 0 1, 1 - 0 1 ഈക്വൽസ് 1 + 1 2. അതും ശരിയാണ്. ഇനി 2ഉം -2 കൂടി ഇട്ട് കൊടുത്ത് നോക്കി നോക്കാം. എക്സ് ഈക്വൽസ് 2. 1 + 2 പ്ലസ് 1 - 2 ഈക്വൽസ് 2. 1 + 2 എന്ന് പറയുമ്പോ 3 പ്ലസ് 1 - 2. അപ്പൊ ചെറിയ നമ്പറിൽ നിന്ന് വലുതാണ് കുറയ്ക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മൈനസിന്റെ പ്ലസ് ആക്കി അപ്പുറത്തെ ചിഹ്നം മാറ്റി. അപ്പോ 1ഉം -2ഉം കൂടി ആഡ് ചെയ്യാൻ വരുമ്പോ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിൽ നമ്മൾ മൈനസിന്റെ നമുക്ക് -1 കിട്ടി. ഇനി 3ഉം -1ഉം കൂടി ഇടാണ്. അപ്പൊ വേറെ ചിഹ്നങ്ങളാണ്. 3 + -1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുന്നു. അപ്പൊ 2 കിട്ടി. വലിയ നമ്പറിന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്. അപ്പൊ 2 ശരിയല്ലേ? അപ്പൊ 2 ഇട്ട് കൊടുത്തപ്പോഴും കറക്റ്റ് ആണ് ആൻസർ. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം, ഒരു വലിയ നമ്പർ ഇട്ട് കൊടുത്ത് നോക്കിയോ, ഒരു -10 ഇട്ട് കൊടുത്ത് നോക്കിയോ. എക്സ് ഈക്വൽസ് -10. ഈ ചെറിയ നമ്പറുകൾ കൊടുക്കുമ്പോൾ മാത്രമാണോ അത് ശരിയാണെന്ന് അറിയണ്ടേ. -10 ഇട്ട് എന്ത് വരും, 1 + -10 പ്ലസ് 1 - -10 ഈക്വൽസ് 2. 1 + -10 എന്ന് പറയുമ്പോ എന്താ വരാ, വെവ്വേറെ സൈൻസ് ആണ് ആഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ വലിയ നമ്പറിൽ ചെറുത് കുറച്ച് നമുക്ക് 9 കിട്ടി. വലിയ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുത്തു. പ്ലസ് ഇതെന്ത് ചെയ്യും, ഇതിനെ പ്ലസ് ആക്കി ഇപ്പുറത്തെ ചിഹ്നം മാറ്റി. അപ്പൊ 1ഉം 10ഉം കൂടി നമ്മൾ ആഡ് ചെയ്തു. പോസിറ്റീവ് ആണ് രണ്ടും. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്തപ്പോ 11 കിട്ടി. ഈക്വൽസ് 2. ശരിയാണോ? വേറെ സൈൻസ് തമ്മിൽ ആഡ് ചെയ്യാൻ വന്നിരിക്കുന്നു. അപ്പൊ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുമ്പോ എത്ര കിട്ടാ, 2. വലുതിന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്. +2 ഈക്വൽസ് +2. ശരിയല്ലേ? അപ്പൊ നമ്മളിപ്പോ ഇവിടെ 5 നമ്പറുകളും മാറി മാറി ഇട്ട് കൊടുത്തു നോക്കി. അപ്പൊ ശരിയാണ്. ഇനി അതുപോലെ പറഞ്ഞിരിക്കുന്നു x - -1. ആദ്യം x ഈക്വൽസ് 1 എന്ന് പറയുന്ന എക്സിന് നമുക്ക് 1 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കണം. ഇഫ് x ഈക്വൽസ് 1, അപ്പൊ ഇവിടെ ഇതിൽ x വരുന്നിടത്തൊക്കെ 1 ഇട്ട് കൊടുക്കും. നേരത്തെ ഇതുപോലെ തന്നെ 1 - 1 - 1 ഈക്വൽസ് 1. അപ്പൊ ബ്രാക്കറ്റ് ഉള്ളതിന് ശ്രദ്ധിക്കണം, ബ്രാക്കറ്റ് കളയരുത്. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ ആദ്യം ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പൊ 1 - ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് വരും, 1ൽ നിന്ന് 1 പോയി. അപ്പൊ 0. അപ്പൊ 1ൽ നിന്നും 0 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാ, 1 തന്നെ. 1 ഈക്വൽസ് 1. അപ്പൊ അത് കറക്റ്റ് ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ x ഈക്വൽസ് ഒരു -5 ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പൊ എന്താ പറയാ, x ഉള്ളടത്തൊക്കെ നമ്മള് -5 -1 ഈക്വൽസ് 1. ശരിയാണോ? അപ്പൊ മൈനസിന് നമ്മൾ പ്ലസ് ആക്കി ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാം. അപ്പൊ മൈനസിനെ പ്ലസ് ആക്കി അപ്പുറത്തെ സൈൻ മാറ്റി. അപ്പൊ എന്ത് വന്നു, -5 -5 പ്ലസ് -1 എത്ര വരാ, -6 അല്ലെ, ഈക്വൽസ് 1. ശരിയാണോ? ഇനി -5 നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു,
നെഗറ്റീവ് ഓഫ് -6 വന്നു. അപ്പൊ എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ഈ ഓഫ് ഇങ്ങനെ ബ്രാക്കറ്റ് എന്ന അതിന്റെ അർത്ഥം മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നെഗറ്റീവ് ഇൻറ്റു -6 എന്നർത്ഥം. അപ്പൊ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താ? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് 6 വന്നു. അപ്പൊ ഇനി -5ഉം 6ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? നമ്മുടെ അഡിഷൻ റൂള് വലുതിൽ നിന്നും ചെറുത് മൈനസ് ചെയ്തു. അപ്പൊ 1 കിട്ടി. വലുതിന്റെ സൈൻ പോസിറ്റീവ് ആണ്. അപ്പൊ 1 തന്നെ വന്നു ആൻസർ. ശരിയല്ലേ? ഇനി നമുക്കൊരു എക്സ് ഈക്വൽ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് എക്സ് ഈക്വൽ 0 1 ഈക്വൽസ് 1. ഇതിന്റെ ഉള്ളിലത്തെ കാര്യം ആദ്യം ചെയ്യാം. ആദ്യം നമുക്ക് മൈനസിനെ പ്ലസ് ആക്കി ഇവിടെ മൈനസ് ചിഹ്നം ഇട്ട് കൊടുത്തു. അപ്പൊ 0 മൈനസ് എന്താ ബ്രാക്കറ്റിൽ പിന്നെ എന്താണ്? 0ത്തിന്റെ കൂടെ -1 ആഡ് ചെയ്തപ്പോ -1 തന്നെ കിട്ടി. ഈക്വൽസ് 1. വീണ്ടും ദേ അതുപോലെ തന്നെ വന്നു. നെഗറ്റീവ് ഇൻറ്റു -1. അപ്പൊ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്. 1 തന്നെ. ഈക്വൽസ് 1. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ ഡിഫറെന്റ് വാല്യൂസ് ഇങ്ങനെ ഇട്ടു. ഇപ്പൊ സുഖല്ലേ ഇത് ചെയ്യാനായിട്ട്? എളുപ്പല്ലേ? അങ്ങനെ വേറെ നിങ്ങൾ വേണമെങ്കിൽ 100, 1000 ഒക്കെ വേണമെങ്കിൽ ഇട്ടുകൊണ്ട് നോക്കിക്കോ. ഇതേ ആൻസർ തന്നെ വന്നില്ലെങ്കിൽ നമ്മൾ ചെയ്തത് എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് അർത്ഥം. അല്ല, അതായത് ചിലപ്പോ എക്സിന്റെ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും അത് ശരിയാവണ ഇക്വേഷൻ ആവണമെന്നില്ല. നമ്മളൊരു 5 വാല്യൂസ് ഇട്ട് കൊടുത്ത് 4 ഓക്കെ ആയി, ഒരെണ്ണം മാത്രം തെറ്റിയെങ്കിൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആ തെറ്റിയത് നമ്മളുടെ തെറ്റിയുണ്ടെന്ന് അർത്ഥം. അപ്പൊ അതൊന്നും കൂടി എവിടെയാ മിസ്റ്റേക്ക് വന്നേക്കണെന്ന് നോക്കാം, ചെക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? അടുത്തത് x1 - x ഈക്വൽസ് പറഞ്ഞിട്ടൊരു നമ്പർ അല്ല വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറൊരു വേരിയബിൾ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. -(x - 1). അപ്പൊ ഇതിലും നമുക്ക് എക്സിന് ആദ്യം 1 ഇട്ട് കൊടുക്കാം. ഇഫ് എക്സ് ഈക്വൽസ് 1 1 - 1 ഈക്വൽസ് -(1 - 1). എന്ത് വരും? 1 - 1 0. നെഗറ്റീവ് 1 - 1 0. നെഗറ്റീവ് 0 എന്ന് പറയണ ഇല്ല. 0 നെഗറ്റീവോ പോസിറ്റീവോ അല്ല, ന്യൂട്രൽ ആണ്. 0 = 0. അപ്പൊ ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ. ഇനി നമുക്ക് എക്സിന് വേണമെങ്കിൽ 10 ഇട്ട് കൊടുക്കാം. ഇഫ് എക്സ് ഈക്വൽസ് 10 1 - 10 ഈക്വൽസ് -(10 - 1). ശരിയല്ലേ? ഓക്കെ. ഇനി എന്ത് വരും? നമ്മൾ മൈനസിനെ പ്ലസ് ആക്കി ഇപ്പുറത്തന്നെ സൈൻ മാറ്റി. അപ്പൊ പ്ലസ് ചെയ്യാൻ വന്നിരിക്കുന്നു. ഞാനത് എപ്പോഴും പറയാൻ ബോറടിക്കണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പൊ ഇവിടെ -9 വന്നു ഈ സൈഡില്. ഈക്വൽസ് നെഗറ്റീവ് ഓഫ് ഓക്കെ. ആദ്യം നമുക്ക് ബ്രാക്കറ്റിൽ വിളിച്ച് ചെയ്യാം. 10 ഇതിനെ പ്ലസ് ആക്കി ഇപ്പുറത്തന്നെ സൈൻ മാറ്റി. അല്ല, അതിന്റെ ആവശ്യമില്ല. 10 - 1 എന്ന് പറഞ്ഞാൽ 9 ആണ്. -(9) വന്നു. അപ്പൊ -(പോസിറ്റീവ്) +9 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാ? മൈനസ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് -9. അപ്പൊ ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ. ഇവിടെ 9 അപ്പുറത്തും 9 വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ നമ്പറുകൾ മാറിയിട്ട് കാണിക്കണ്ടല്ലോ. ഇപ്പൊ 2 എണ്ണമായിട്ട് കാണിച്ചെന്നില്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾ 0യോ അതുപോലെ വേറെ ഒരു നമ്പറൊക്കെ ഇട്ട് നോക്കാം.